തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലുള്ള കാരാക്കുടിയും പരിസര പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ചെട്ടിനാട് പ്രദേശം അതിൻ്റെ തനിമയാർന്ന വാസ്തുവിദ്യ കൊണ്ടും സമ്പന്നമായ ചരിത്രം കൊണ്ടും ലോക പ്രശസ്തമാണ്. ചെട്ടിനാർമാർ പണിതുയർത്തിയ ഈ കൊട്ടാരങ്ങൾ ഇന്ത്യൻ വാസ്തുവിദ്യയിലെ അത്ഭുതങ്ങളിലൊന്നാണ്. പത്തൊൻപത് 20 നൂറ്റാണ്ടുകളിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായി ബർമ്മ, മലേഷ്യ, സിംഗപ്പൂർ, ശ്രീലങ്ക വൻതോതിൽ കടൽ മാർഗം കച്ചവടം നടത്തിയിരുന്ന പ്രമുഖ വർത്തക സമൂഹങ്ങളായിരുന്നു ഇവർ. നാട്ടുകോട്ടെ ചെട്ടിയാന്മാർ ബാങ്കിങ്, തേക്കുതടി, രത്ന കച്ചവടം എന്നിവയിലൂടെ വലിയ സമ്പത്ത് ആർജിച്ച ആളുകളായിരുന്നു ഇവർ. വൻതോതിൽ കച്ചവടത്തിലൂടെ ലാഭം നേടിയിരുന്ന ഇവർ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തി അവിടെ പണിതുയർത്തിയ കൂറ്റൻ വസതികളാണ് ചെട്ടിനാട് കൊട്ടാരങ്ങൾ, അല്ലെങ്കിൽ 1000 ജനലുകളുള്ള വീടുകൾ എന്ന് അറിയപ്പെടുന്നത്. ഒരു കൊട്ടാര സമാനമായ വീട് എന്നാണ് അക്കാലത്ത് ഇവരുടെ സാമൂഹ്യ പദവിയുടെയും സമ്പത്തിൻ്റെയും പ്രതീകമായിരുന്നു ഇവരുടെ വീടുകൾ. ചെട്ടിനാട് വീടുകളുടെ നിർമ്മാണം പാശ്ചാത്യ പൗരസ്ത്യ വാസ്തുവിദ്യാ ശൈലിയുടെ മനോഹരമായ ഒരു മിശ്രിതമാണ്. ബർമീസ് തേക്ക് വീടിൻ്റെ തൂണുകളും വാതിലുകളും അലമാരകളും നിർമ്മിക്കുവാൻ ബർമയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഉയർന്ന ഗുണനിലവാരമുള്ള തേക്കുമരങ്ങളാണ് ഉപയോഗിച്ചത്. മുട്ടത്തോടും കുമ്മായവും ചേർത്ത ഭിത്തികൾക്ക് കണ്ണാടി പോലുള്ള മിനുസവും തണുപ്പും ലഭിക്കുന്നതിനായി കുമ്മായവും മുട്ടയുടെ വെള്ള, മണൽ എന്നിവ ചേർത്തുണ്ടാക്കിയ പ്രത്യേക കൂട്ടുപയോഗിച്ചാണ് പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞാലും ഇവയുടെ തിളക്കം നഷ്ടപ്പെടില്ല. ഇറ്റാലിയൻ മാർബിളുകളും സ്പാനിഷ് ടൈലുകളും കൊട്ടാരങ്ങളുടെ തറ അലങ്കരിക്കുവാൻ ഇറ്റലിയിൽ നിന്നുള്ള മാർബിളുകളും സ്പെയിനിൽ നിന്നുള്ള ടൈലുകളും ഉപയോഗിച്ചിരുന്നു. ബെൽജിയം ഗ്ലാസുകൾ ജനലുകളും വൻകിട വിളക്കുകളിലും ബെൽജിയത്തിൽ നിന്നുള്ള കണ്ണാടികൾ കൊണ്ടുവന്നാണ് ചെയ്തിരിക്കുന്നത്. മഴവെള്ള സംഭരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മികച്ച മഴവെള്ള സംഭരണ സംവിധാനങ്ങളാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മേൽക്കൂരയിൽ വീഴുന്ന മഴവെള്ളം മുറ്റത്തെ കനാലുകൾ വഴി അടിയിലെ കിണറുകളിലേക്ക് എത്തുന്ന രീതിയിലായിരുന്നു ഇവരുടെ നിർമ്മാണം. പ്രധാന ആകർഷണം ഇവിടുത്തെ നടുമുറ്റങ്ങളായിരുന്നു. നടുമുറ്റത്ത് ചുറ്റും ഇരുനിലകളായി നിരനിരയായി മുറികൾ ക്രമീകരിച്ചിരുന്നു. പ്രധാനമായും നാട്ടുകോട്ടെ ചെട്ടിയാന്മാർ എന്നറിയപ്പെടുന്ന വ്യാപാര സമൂഹങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത്. കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. സിനിമാ ചിത്രീകരണങ്ങൾ പല പ്രശസ്ത തമിഴ്, മലയാള, ഹിന്ദി സിനിമകളുടെയും ചിത്രീകരണ കേന്ദ്രമായി ഈ കൊട്ടാരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 100 കണക്കിന് ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ പാകത്തിലുള്ള വലിയ അടുക്കളയും പാകം ചെയ്യാൻ ഒന്നിലധികം അടുക്കളകളും ഇവിടെ ഉണ്ടായിരുന്നു. ധാന്യങ്ങളും പാത്രങ്ങളും സൂക്ഷിക്കാൻ വലിയ സംവരണ മുറികൾ ഇവിടെ ഉണ്ടായിരുന്നു. വാതിലിന് ഇരുവശത്തുമായി കാണുന്ന ഉയരമുള്ള തിണ്ണകൾ അതിഥികളെ സ്വീകരിക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന് ആൺതിണ്ണ, പെൺതിണ്ണ എന്നിങ്ങനെ 2 വിഭാഗങ്ങളുണ്ടാവും. തകർച്ച നേരിടുന്നവ കുടുംബങ്ങൾ തൊഴിലാവശ്യാർത്ഥം വിദേശ രാജ്യങ്ങളിലേക്കും ഇന്ത്യയിലെ മറ്റു മെട്രോ നഗരങ്ങളിലേക്കും കുടിയേറിയതോടെ പല വീടുകളും ആൾപ്പാർപ്പില്ലാത്ത അടഞ്ഞു കിടക്കുകയാണ്.
പരിപാലന ചെലവ് വളരെ കൂടുതലായതിനാൽ പല വീടുകളും തകർച്ചയുടെ വക്കിലാണ്.